ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സന്തോഷം നമ്മളൊരു എന്താ പറയുക, നമ്മുടെ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുന്നൊരു സന്തോഷമാണ് ഏറ്റവും വലിയ പ്രധാനം. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അംഗീകാരമാണ് ഏറ്റവും വലിയ പ്രധാനം. പക്ഷെ ഇതുപോലുള്ളൊരു അംഗീകാരം, ഇതൊക്കെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുന്നത് എഴുതപ്പെടുന്ന അവാർഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഇന്ന വർഷം ഇപ്പോൾ 2010 അവാർഡുകൾ ഇങ്ങനെ അങ്ങനെയെങ്കിലും ചിലപ്പോൾ നമ്മുടെ പേരുകളൊക്കെ ഓർക്കും. അപ്പോൾ ഇതും ആവശ്യമാണ് നമുക്ക്. ഇനിയും പുതിയ പുതിയ അല്ലെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും നന്നായിട്ട് ചെയ്യാനൊക്കെയുള്ളൊരു പ്രചോദനമാണ്. കവി എറണാകുളത്തേക്ക് മാറുന്നതിന് മുമ്പേ, താമസമാക്കുന്നതിന് മുമ്പേ കാവ്യയ്ക്ക് നീലേശ്വരത്തോൾ ഏറ്റവും രസകരമായ ഒരു അനുഭവമോ? അങ്ങനെ ഒരു അനുഭവമായിട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്നിട്ട് നമ്മളെ ഒരു ഞാൻ ഇപ്പോൾ എന്താ പറയുക, നമുക്കൊരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നു നാടിനും നാട്ടുകാർക്കൊക്കെ ഒരേപോലെ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ അന്നും യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം എടുത്തു പറയേണ്ട ഞങ്ങളുടെ നീലേശ്വരത്തുള്ള ഇന്നിപ്പോൾ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്. അന്ന് രാഗം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ടത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കല്യാണമൊക്കെ അവരാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് വെച്ചാൽ വീഡിയോ ഒന്നല്ല, ആൽബം ഒക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു ശെൽവരാജേട്ടനും സുരേന്ദ്രേട്ടനും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഞങ്ങളുടെ നാട്ടിൽ മാത്രമായിട്ട് വരുന്ന ചില ആഘോഷങ്ങളുണ്ട്. പൂരം എന്ന് പറയും. തൃശ്ശൂർ പൂരം അല്ല കേട്ടോ, ഈ വടക്കൻ കേരളത്തിൽ മാത്രമുള്ളൊരു ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ വ്രതം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു ചടങ്ങാണ്. അത് കാമദേവനെ പൂജിച്ചിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പോൾ അന്നൊക്കെ ഈ പൂരം വരുമ്പോൾ, ഓണം വരുമ്പോൾ, വിഷു വരുമ്പോഴൊക്കെ പത്രത്തിൽ ഇത് അറിയിച്ചിട്ട്, ഇപ്പോൾ സ്കൂള് തുറക്കുമ്പോൾ കുറേ കുട്ടികൾ സ്കൂളിൽ പോകണ പോലത്തെ ഫോട്ടോ വരില്ലേ, അതുപോലെ എൻ്റെ ഫോട്ടോ വരുന്നു ഇത് പത്രങ്ങളിലൊക്കെ വരിക. അപ്പം അതൊക്കെ ഇവരാണ് എൻ്റെ ആ കറക്റ്റ് സമയം ഇവർ വന്നിട്ട് എൻ്റെ സ്റ്റൂളൊക്കെ പിടിച്ച് സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറ്റി നിർത്തി പൂവൊക്കെ പറിക്കണ പോലെയൊക്കെ നിന്നിട്ടൊക്കെ അന്ന് അവർക്കും അറിയില്ല ഞാൻ സിനിമയിൽ വരുന്നോ അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ നായികയായിട്ട് മാറുന്നോ. ഇതിനൊക്കെ ശേഷമാണോ കാവ്യ സിനിമയിൽ പൂക്കാലം വരവായി അഭിനയിക്കുന്നത്? ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ പത്രത്തിൽ എൻ്റെ ഫോട്ടോ വരുന്നത് എനിക്കൊരു 2 വയസ്സങ്ങനെയുള്ളപ്പോഴായിരിക്കും. അതിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ പേപ്പറില്ല, ആ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാനും എൻ്റെ വീട്ടിനടുത്തുള്ളൊരു കുഞ്ഞു കുക്കു എന്ന് പറഞ്ഞുള്ളൊരു ചെറിയ കുട്ടിയുണ്ട്, അവനും ഞാനും കൂടിയിട്ടാണ് ആ ഫോട്ടോ വന്നത്. അതൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര പങ്കുണ്ട് എന്നെ ഉയർത്തിയതിന്, അല്ലെങ്കിൽ എനിക്ക് തന്നൊരു സപ്പോർട്ടിന്. അപ്പോൾ അതുപോലെ കുറേ പത്രമാധ്യമങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഒന്നും അല്ലാത്ത അവസ്ഥയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആണ് നമ്മളെപ്പോഴും. നമുക്ക് ഒരു നല്ല കാലം അല്ലാത്ത സമയത്ത് ആരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ആരും അല്ലാതിരുന്ന സമയത്ത് ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് അറിയാമായിരുന്നു ഭാവിയിൽ ഈ കുട്ടിക്കൊരു ഭാവി ഉണ്ടെന്ന് കണ്ടിട്ടാണോ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ലേറ്റസ്റ്റ് പോലുള്ള കുറേ പത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂ വരുമ്പോഴും ഓരോ പത്രത്തിലുള്ള ഇൻ്റർവ്യൂ വരുമ്പോഴൊക്കെ ഓർക്കും. ഞാൻ കമൽ സാറിൻ്റെ പടത്തിലാണ് ആദ്യം അഭിനയിച്ചതല്ലേ, പൂക്കാലം വരവായി. കാവ്യയ്ക്ക് ലഭിച്ച 2 സംസ്ഥാന അവാർഡുകളും കേരള സ്റ്റേറ്റ് അവാർഡ്സും കമൽ സാറിൻ്റെ പടങ്ങളിൽ തന്നെ. പെരുമഴക്കാലവും ഗദാമയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യാൻ ഒരുപാട് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ. അതിൽ കാവ്യയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? അല്ലെങ്കിൽ ആ സിനിമകൾ ചെയ്യുമ്പോൾ ഇത് അത്രയ്ക്കും നല്ല കഥാപാത്രമാണ്, തീർച്ചയായും എന്നെ തേടി അവാർഡ് എത്തും എന്ന് കാവ്യയ്ക്ക് തോന്നിയിട്ടുണ്ടോ? കമലങ്ങളുടെ പടത്തിലൂടെ സിനിമയിലേക്ക് വരിക, പിന്നെ കമലങ്ങളുടെ പടത്തിലൂടെ തന്നെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങുക, അഴകിരാവണിലൂടെ. വീണ്ടും കമലങ്ങളുടെ പടത്തിലൂടെ തന്നെ 1ാമതും 2ാമതും സ്റ്റേറ്റ് അവാർഡ് കിട്ടുക. അത് പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ എന്തോ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്ത പോലെയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ കമലങ്ങളിൽ ഞാൻ കൊണ്ടുവന്ന ആളുടെ പടത്തിലൂടെ തന്നെ അങ്ങനൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്.